വല വയ്ക്കാൻ പോയപ്പോഴാണ് എന്ന് ഭർത്താവ് പറയുന്നുണ്ട്. വല വീശാനും വെള്ളമെടുക്കാനും ഒക്കെ പുറത്തിറങ്ങി അധ്വാനിക്കുന്ന ഒരു സ്ത്രീയെ 40-ാമത്തെ വയസ്സിൽ അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വെള്ളമെടുക്കുന്നതിന് ഇടയിലാണ്. കുടിവെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് സാഹസികമായി വീണ്ടും അതേ വഴിയിലൂടെ പോകേണ്ടി വന്നത്. നമുക്ക് അരുൺ സോളമനിലേക്ക് കൂടി പോകാം. അരുൺ സോളമൻ, നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നില്ല, എന്നാൽ അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ? ഇവർ അധികൃതരോടൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. 2 ആഴ്ച കാലമായി വെള്ളം കിട്ടുന്നില്ല എന്നത് ഒരു വലിയ പ്രശ്നമല്ലേ? അതിൽ ആരെങ്കിലും ഇടപെട്ടോ അരുൺ? സുജയ, ഇത് കേവലം 2 ആഴ്ചയോ അല്ലെങ്കിൽ 8 ദിവസമോ ഉള്ള ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ ഫാത്തിമ ഐലൻഡിൽ എത്തിയപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം കാലങ്ങളായിട്ട് ഈ തുരുത്തുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതാണ് അവർ അടയാളപ്പെടുത്തുന്നത്. പ്രധാനമായും ഇപ്പോൾ ഈ ക്രിസ്മസ് അവധി കൂടി ആരംഭിച്ച ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ കുട്ടികൾ കൂടി ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഈ കുട്ടികൾ പ്രധാനമായും പറഞ്ഞത് സാധാരണഗതിയിൽ അവധിയെ കിട്ടിയാൽ അവർ ആഘോഷിക്കുകയും തിരുപ്പിറവിയൊക്കെ എത്താറായ ഒരു നിമിഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഘോഷിക്കുന്ന ഒരു വേളയാണ്. പക്ഷേ കുട്ടികൾ ഇപ്പോൾ പറയുന്നത് അവർക്ക് അവധി വേണ്ട, തിരിച്ച് സ്കൂളിൽ എത്തിയാൽ മതി, അപ്പോൾ വെള്ളം കിട്ടുമെന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു മോൻ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. മോനെ, എത്ര നാളായി വെള്ളത്തിന്റെ പ്രതിസന്ധി തുടങ്ങിയിട്ട്? കുറെ നാളായി ഇതൊക്കെ പ്രതിസന്ധി തുടങ്ങിയിട്ട്. ഈ വെള്ളം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ ഈ തുരുത്തില്ല എല്ലാ തുരുത്തിലും ഈ വെള്ളം കിട്ടിയിട്ടില്ല. ഈ 9 തുരുത്തുകളിൽ വെള്ളം കിട്ടിയിട്ടില്ല. വെള്ളം കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ തുരുത്തിൽ ക്രിസ്മസ് അവധിയൊക്കെ ആയിട്ടൊന്നും ആഘോഷിക്കാനൊന്നും കഴിയുന്നില്ല. കഴിയുന്നില്ല. ഈ വെള്ളം ഈ ചെളിയൊക്കെ പറ്റി ഉടുപ്പൊന്നും കഴുകാൻ പറ്റുന്നില്ല. സ്കൂള് ഉടനെ തുറക്കണമെന്നാണ് ആവശ്യം. അത് തുറക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അവിടെ വെള്ളം കാണും, സ്കൂളിലെ വെള്ളം കാണും. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആ തരത്തിൽ തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. ഇവിടെ ഒരു പമ്പ്, അതായത് പ്രധാനമായിട്ടും ഒരു ബോർവെൽ പമ്പ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇത്രയും കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ചേട്ടാ, എന്താണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം? എന്താണ് ഇപ്പോൾ 8 ദിവസമായി തുടർച്ചയായിട്ട് വെള്ളമില്ല? 8 ദിവസമല്ല, ഇതിനു മുമ്പ് പിന്നെ ഒരാഴ്ച വെള്ളമില്ലായിരുന്നു ഞങ്ങൾക്ക്. ഇവിടെ ഹൈവേയുടെ പണി നടക്കുന്ന കാരണം ആൽത്തറമുപ്പ് പമ്പ് ഹൗസിന്റെ അടുത്ത് തന്നെ പൈപ്പ് പൊട്ടി അവിടെ വെള്ളമില്ലാതെ 5 ദിവസത്തോളം വെള്ളമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം വെള്ളം വന്ന്, അതായത് ശനിയാഴ്ച അർദ്ധരാത്രി വെള്ളം വന്ന് ഞായറാഴ്ച നേരം വെളുത്ത് 8 മണിയായപ്പോൾ വീണ്ടും ഈ ചവറയിലെ പാലം തകർന്നു വീണ് പൈപ്പ് ലൈൻ കംപ്ലൈന്റ് ആയി. ഇന്ന് 8 ദിവസമായിട്ടുണ്ട്. നമ്മൾ ഈ ശാസ്താംകോട്ട കായലിനെയും നമ്മുടെ ആൽത്തറമുക്കിലെ ടാങ്കിനെ ആശ്രയിച്ചാണ് ഈ തുരുത്ത് നിവാസികൾ മൊത്തം വെള്ളം കുടിക്കുന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു ബദൽ സംവിധാനം എന്ന രീതിയിൽ ഒരു ബോർവെല്ലർ അടിച്ച് ഈ ഐലൻഡിൽ തന്നെ 105ഓളം കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്ക് ജലം കിട്ടും, വലിയ സുലഭമായി തന്നെ ഞങ്ങൾക്ക് വെള്ളം കിട്ടും. ആരെ ആശ്രയിക്കാതെ തന്നെ ഞങ്ങൾക്ക് ഈ ഐലൻഡിനകത്ത് ഗവൺമെന്റ് ഒരു ബോർവെല്ലർ അടിച്ചു തന്നാൽ, ഒരു ടാങ്ക് നിർമ്മിച്ചു തന്നാൽ ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയും. തീർച്ചയായും അരുൺ, കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇതുപോലെയുള്ള ഇടപെടലുകളാണ് വേണ്ടത്. നമ്മൾ അധികൃതരോടും ഇക്കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. താങ്ക് യു. അരുൺ സോളമനും ദിലീപ് ദേവസിയും പ്രവീൺ പുരുഷോത്തമനുമാണ് തുരുത്തിന്റെ ദുരിതം അധികൃതരുടെ മുന്നിലേക്ക് എത്തിച്ചത്. അധികൃതർ അവിടേക്കൊന്ന് കടന്നു ചെല്ലണം എന്നുള്ളതാണ് ഞങ്ങളുടെയും അഭ്യർത്ഥന.